സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ നിലപാടിൽ ഉറച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാർ പ്രതിനിധികളുമായി ലോക്ഭവനിൽ നടത്തിയ ചർച്ചയിലാണ് നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അംഗീകരിച്ചില്ല. സിസ തോമസിന് അയോഗ്യത എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. സമവായത്തോടെ പോകാനാണ് സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നതെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. രാവിലെ 9:30ഓടെയാണ് അനുനയ നീക്കവുമായി സർക്കാർ പ്രതിനിധികൾ ലോക്ഭവനിൽ എത്തിയത്. നിയമമന്ത്രി പി രാജീവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നിവരാണ് ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. സാങ്കേതിക സർവകലാശാല ചാൻസലർ പട്ടികയിൽ നിന്ന് ഡോക്ടർ സിസ തോമസിനെ മാറ്റണമെന്നായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ ഇത് ഗവർണർ അംഗീകരിച്ചില്ല. സിസ തോമസിന്റെ അയോഗ്യതയുടെ കാരണം ചോദിച്ച ഗവർണർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ തലപ്പത്ത് സിസ തോമസിനെ നിയമിച്ചത് ഉയർത്തിക്കാട്ടി. യോഗ്യത ഉള്ളതുകൊണ്ടല്ലേ ഈ നിയമനങ്ങൾ നടന്നത്? താൻ നിശ്ചയിച്ച പട്ടിക പിൻവലിക്കില്ലെന്നും ഗവർണർ സർക്കാർ പ്രതിനിധികളെ അറിയിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ചർച്ച നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എത്താൻ സാധിച്ചില്ല എന്നും ഗവർണർ ചോദിച്ചു. അതേസമയം സർക്കാരാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതെന്നും ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും സമവായത്തോടെ പോകാനാണ് സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടു കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ അനുനയ നീക്കം ആരംഭിച്ചത്. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC-മാരുടെ പേര് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതി സർക്കാരിനോടും ലോക്ഭവനോടും നിർദ്ദേശം നൽകി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സർക്കാർ സജി ഗോപിനാഥിന്റെയും ഡോക്ടർ സതീഷ് കുമാറിന്റെയും പേരുകളാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ഗവർണർ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് പ്രിയ ചന്ദ്രന്റെയും പേരാണ് നിർദ്ദേശിച്ചത്. ഇതിനു പിന്നാലെയാണ് അനുനയ നീക്കവുമായി സർക്കാർ പ്രതിനിധികൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജനം, തിരുവനന്തപുരം.